വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 15 തീയതി മെയ് മാസം 2026 രാവിലെ 7 മണി ആയിട്ടുണ്ട്. എത്ര പേരാണ് കഴിഞ്ഞ കുറെ ഈ ഇറാന്റെ യുദ്ധം തുടങ്ങിയതിനു ശേഷം പ്രീ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ നിഫ്റ്റി പ്രഡിക്ഷൻ, ബാങ്ക് നിഫ്റ്റി പ്രഡിക്ഷൻ, ന്യൂസ്, ഇതൊക്കെ എത്ര പേര് കൂടുതലായിട്ട് വാച്ച് ചെയ്ത് തുടങ്ങി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പൊ അറിയണം എത്ര പോയിന്റ് ഗ്യാപ് ഡൗൺ ആവും. 100 പോയിന്റോ 300 പോയിന്റോ ഗ്യാപ് ഡൗണിനെ കുറിച്ച് മാത്രം, വലിയ ഒരു റെഡ് ക്യാൻഡലിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോയതും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. എല്ലാവർക്കും എത്ര ആൾക്കാരാണ് പ്രഡിക്ഷൻ നോക്കുന്നത്? നമ്മളിവിടെ പ്രഡിക്ഷൻ പറയാറില്ല. കാരണം വെച്ചാല് നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു നമ്പർ, ഒരു പ്രീമിയത്തിന്റെ പ്രൈസ് വെച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത്, സിമ്പിൾ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു പ്രഡിക്ഷനും വേണ്ട, യാതൊരു വേവലാതിയും വേണ്ട. കാര്യത്തിൽ മാർക്കറ്റ് തുടങ്ങി ഒരു 15 മിനിറ്റിന് ശേഷം അതിന്റെ മൂവ് നോക്കിയിട്ട് അത് ഒരു ഡയറക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്കൊരു എൻട്രി കയറിയാൽ മതി. അതും ആ കിട്ടുന്ന എൻട്രി മിനിമം 50 പോയിന്റ് ഗ്യാരണ്ടിയാണ്. മാക്സിമം 100 പോയിന്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ട്. അത് വൺ സൈഡ് മാർക്കറ്റ് ആയാൽ 100 പോയിന്റിൽ കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. അത് വളരെ വളരെ റെയർ ആണ്. ഈ ട്രേഡിങ്ങിൽ നിറച്ച ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതും അത് തന്നെയാണ്. എല്ലാ ദിവസവും 100 പോയിന്റ് 200 പോയിന്റ് കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് അവർ മാർക്കറ്റിനെ നോക്കിക്കാണുന്നത്. ഇന്നല്ലേ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ അതാണ്. പോയിന്റ് ഓഫ് കൺട്രോൾ നമുക്ക് ക്ലിയർ ഡയറക്ഷൻ കിട്ടും, നല്ല ക്ലിയർ ഡയറക്ഷൻ കിട്ടും പോയിന്റ് ഓഫ് കൺട്രോൾ. ആ ഡയറക്ഷൻ നോക്കി കയറിയാൽ മതി. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് ഡയറക്ഷൻ. അല്ലാതെ ഇതിന് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. അത് ഒരു 50% ശരിയായിരിക്കും മുൻകൂട്ടി പറയാനുള്ള. അതിൽ ഞാനും ട്രേഡിംഗ് തുടങ്ങിയ കാലത്തിൽ മുൻകൂട്ടി നോക്കുമായിരുന്നു, ഫ്യൂച്ചർ ബേസ് ചെയ്ത് നോക്കുമായിരുന്നു. ഇതിനകത്ത് എത്ര പേര് ഇത് ആലോചിച്ചിട്ടുണ്ട്? അടുത്ത സെക്കൻഡ് നമുക്ക് എന്താകുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ആസ് എ ഹ്യൂമൻ ബീയിങ് അടുത്ത സെക്കൻഡ് എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൂവ്? ഇത്രയും ഹ്യൂമനൈഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ എങ്ങനെ നമ്മൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളത്തെ നിഫ്റ്റി എങ്ങനെ ആയിരിക്കും, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ബാങ്ക് നിഫ്റ്റി എങ്ങനെ ആയിരിക്കും, നിഫ്റ്റി എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്സ് എങ്ങനെ ആയിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? ദറ്റ് ഈസ് ചാൻസസ്. അത്രേ ഉള്ളൂ. നമുക്ക് പറയാം ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും എന്നുള്ള പറയാം എന്നുള്ളതല്ലാതെ ഇറ്റ് ഈസ് ഒരു 50 to 60% നമുക്കത് ശരിയാകുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കൂടുതൽ കഥ പറഞ്ഞ സമയം കളയണ്ട. കരച്ചല്ലേ ഇന്നല്ലേ നമ്മുടെ നിഫ്റ്റി സ്പോട്ട് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്ട്രൈക്ക് നോക്കേണ്ടത്. നിഫ്റ്റി സ്പോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഓപ്പൺ ആവുന്നത് 23,000, ഇവിടെ കണ്ടോ 23,000 ഓപ്പൺ ആവുന്നതാണ്. 23,535 നിഫ്റ്റി സ്പോട്ട് ഇന്നലെ ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇന്നലെ ഓപ്പൺ ആവുന്ന 535 ഇന്നലെ ഓപ്പൺ ആയത്. നമ്മൾ അപ്പൊ തന്നെ എന്താ ചെയ്യുക? അതിന്റെ പിയും അതിന്റെ സിയും നമ്മളെടുത്ത് പ്ലോട്ട് ചെയ്തിടും. ഓക്കെ, ഇതിട്ട് നോക്കിക്കോളൂ നിങ്ങൾ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ ചെറിയൊരു ഇൻസൈഡ് ഓപ്പണൊക്കെ കിട്ടുമ്പം ഇനി മുതൽ നിങ്ങൾ പ്രീവിയസ് ഡേ ക്ലോസിന്റെ സ്ട്രൈക്കും കൂടി എടുത്തിടണം. ഓക്കെ, സോ പ്രീവിയസ് ഡേ സ്ട്രൈക്കിന്റെ ക്ലോസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. 23,400 പ്രീവിയസ് ഡേ സ്ട്രൈക്കിന്റെ ക്ലോസ്. ഒരു 115 പോയിന്റിന്റെ ഇൻസൈഡ് ഓപ്പൺ തന്നെ, പക്ഷെ 115 പോയിന്റിന്റെ ഒരു പോസിറ്റീവ് ഓപ്പൺ ആണ് നിഫ്റ്റി സ്പോട്ടും ഫ്യൂച്ചറും ഒക്കെ നമുക്ക് ഇന്നലെ തന്നിരിക്കുന്നത്. അപ്പൊ 23,500 PE നമുക്ക് എന്താ പറയണെന്ന് വെച്ചാല് നല്ല താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ 220 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോള് നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടി മുകളിലോട്ട് പോകണമായിരുന്നു. പക്ഷേ 220 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോളിന്റെ അവിടെ എന്താ നടന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. സ്ക്രീൻ വലുതാക്കിയൊക്കെ കാണിക്കാം, നോക്കാവുന്നവർക്ക് നോക്കാം. സോ അവിടെ നമുക്ക് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുമില്ല, മുകളിലോട്ട് പോയിട്ടുമില്ല. അത് തന്നെ പ്രീവിയസ് ഡേ ക്ലോസ് ആയി 23,400 കാളോ, 23,400 കാള് നമുക്ക് കണ്ടോ എക്സാക്ട്ലി 220 അവിടെ സപ്പോർട്ട് എടുത്ത് എത്ര വരെയും പോയി? 400 വരും പോയി. ഓൾമോസ്റ്റ് 200 പോയിന്റോളം ഒരു അപ്പ് മൂവ് നമുക്ക് ഇവിടെ കിട്ടി.
അപ്പോൾ ഈ സ്പൈക്കൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇത് ഓപ്ഷൻ സെല്ലർ പേടിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഓപ്ഷൻ സെല്ലറാണ്. അവർക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഭയങ്കര ലോസ് ആവും, അവർക്ക് പെട്ടെന്ന് ലോസ് ആവും. അതുകൊണ്ട് തന്നെ അത് ഓപ്ഷൻ സെല്ലർ ഇവിടെ വെച്ച് പേടിച്ചു. ഏത് ഓപ്ഷൻ സെല്ലറാണ് പേടിച്ചത്? കാൾ സെല്ലർ പേടിച്ചു. കാൾ സെല്ലർ പേടിക്കുമ്പം അവർ എന്തിനും സ്ക്വയർ ഓഫ് ചെയ്യണം. സ്ക്വയർ ഓഫ് ചെയ്യുമ്പം ആ കാൾ എന്ന് പറയുന്ന ഓപ്ഷൻ അവർ വാങ്ങിക്കണം, ബൈ ചെയ്യണം. ബൈ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ സ്പൈക്ക്, ഈ പേടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, കാൾ സെല്ലർ പേടിക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഡയറക്ഷൻ മനസ്സിലായോ? എത്ര മണിക്കാണ് നമുക്ക് ഡയറക്ഷൻ കിട്ടിയത്? എക്സാക്ട്ലി നമുക്ക് കിട്ടിയ ഡയറക്ഷൻ 11 മണിക്കാണ് ഒരു ഡയറക്ഷൻ കിട്ടിയത്. കാരണം 220 സപ്പോർട്ട് എടുത്തു പ്രീവിയസ് ഡേ ക്ലോസിൽ. അതേസമയം ഈ പ്രീവിയസ് ഡേ ക്ലോസിന്റെ അവിടെ നിഫ്റ്റി സ്പോട്ട് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടോ, നിഫ്റ്റി സ്പോട്ടിന്റെ ഇതുണ്ടോ, ഇങ്ങനെ സ്പോട്ട് സപ്പോർട്ട് എടുക്കുന്നത് നമുക്കിവിടെ നീറ്റായിട്ട് കാണാൻ പറ്റി. ഇതിനകത്ത് വീണ്ടും നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു ബയർ എന്ന് പറയുന്നത്, ഫ്രഷ് ബയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. സ്റ്റോക്കിൽ മാത്രമേ ഫ്രഷ് ബയസ് കാണാൻ പറ്റുള്ളൂ. ആ കാണുന്നത് സ്റ്റോക്കിൽ കാണുന്നത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അത് മനസ്സിലാക്കണം. സ്റ്റോക്കിൽ കാണുന്നത് ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇന്നത്തെ ലെവൽ, നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ഇന്നത്തെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ലെവൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് നോക്കിക്കൊള്ളുക. ഇന്ന് 175 പോയിന്റ് ഓഫ് കൺട്രോൾ, 175. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.